എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നൊരു മീൻ കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പാചകത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. അപ്പോൾ ഇന്നത്തെ മീൻ എന്താണെന്ന് കണ്ടല്ലോ, പാക്കുറിച്ചി എന്ന് പറയും. പല പല പേരിൽ ഈ മീൻ അറിയപ്പെടും. അതിൻ്റെ ചെറുതാണിത്. അത് ഞാൻ വെട്ടി തേച്ച് കഴുകിയൊക്കെ വെച്ചിരിക്കുവാണ്. ഇത് ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, 3-4 ചുമന്നുള്ളിയുണ്ട്. ഇത് നല്ല തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒത്തിരി പേസ്റ്റ് പോലെ അരയ്ക്കണ്ട, എന്നാൽ അത്യാവശ്യം അരയുകയും വേണം. ആ രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇപ്പം നമ്മൾ ചേർക്കുന്നില്ല. അതിനു വേണ്ടി ഇവിടെ ഒരു ചെറിയ സവോള കഷ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2-3 വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, 3 പച്ചമുളക് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് ഉലുവ പൊട്ടിക്കും. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റും. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്തൊന്ന് വഴറ്റി ചൂടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ തേങ്ങ അരപ്പ് ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, ഇവിടെ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതുമൊക്കെ ഇട്ട് നമുക്ക് ഈ മീൻ സൂപ്പറായിട്ടൊന്ന് കറി വെച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ടൊക്കെ കാണാം. ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തു. ചട്ടി ചൂടായപ്പം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. നമുക്കിതാ ഉലുവ ഇട്ട് കൊടുക്കാം. ഇത്ര ഉലുവയെ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി അരിഞ്ഞത് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് മൂത്ത് വിട്ടേക്കാം. നമ്മുടെ തേങ്ങ ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റായിട്ടല്ല, ഒരു ചെറിയ തരിതരിപ്പ് അതിനുണ്ട്. ആ രീതിയിലാണ് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് കഴിഞ്ഞിട്ട് കാണാം. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇവിടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയം ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. ഇളക്കിയിട്ടൊക്കെ കാണാം. നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ പൊടി പെട്ടെന്ന് മൂത്ത് കിട്ടും. ആ ഒരു മൂത്ത മണമൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങയും ചുമന്നുള്ളിയും കൂടെ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയിലെ ജാറൊക്കെ കഴുകിയുള്ള ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഇളക്കി ഉപ്പ് ഇടണം. എന്നിട്ട് നമുക്ക് കാണാം. ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരപ്പൊന്ന് പച്ചച്ചവയൊക്കെ ഒന്ന് പോയി വന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പം ഒന്ന് ചൂടാകട്ടെ, എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചച്ചവ പോയപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ എടുത്തു വെച്ച കുടംപുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. നമുക്കൊരു അടപ്പ് കൊണ്ടൊന്ന് പതുക്കെ അടച്ചു കൊടുക്കാം.
തിളച്ച് നല്ലവണ്ണം ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ. മീനും ഒരുപാട് വേവില്ല, ചെറിയ കുറിച്ചിയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് പൊടിഞ്ഞു പോകും ഇപ്പോഴേ ഇട്ടാൽ. ഇതൊന്ന് തിളച്ചോട്ടെ. നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. ഞാനൊരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 2-3 മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വരും. എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് അടപ്പ് മാറ്റി കൊടുത്തു. നന്നായിട്ട് കറി വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പെറുക്കി ഇട്ട് കൊടുക്കാം. ചെറിയ മീനായതുകൊണ്ട് തന്നെ ഞാനിത് മുറിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ ആകെ പൊടിഞ്ഞു പോകും. ഇതിനുള്ള മുള്ളെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുള്ള, അതുകൊണ്ട് മുറിക്കേണ്ട ആവശ്യമില്ല. വലുതാണെങ്കിൽ മാത്രം നമുക്ക് 2ആയിട്ടൊക്കെ മുറിച്ച് എടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ കറി റെഡിയാകും. ഇങ്ങനെ മുളകും മല്ലിയും ചൂടാക്കി കുറച്ച് തേങ്ങ അരച്ച് വയ്ക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉലുവ ഒന്ന് പൊട്ടിച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അരപ്പ് നേരിട്ട് ചേർത്ത് വയ്ക്കുന്നതുമുണ്ട്. കടുകൊന്നും ഉലുവയൊന്നും പൊട്ടിക്കാതെ ചെയ്യുന്നതുമുണ്ട്. അങ്ങനെ വെച്ചാലും ഈ മീൻ ഇങ്ങനെ കറി വയ്ക്കാൻ സൂപ്പറാണ്. പിന്നെ ഇതൊന്ന് തിളച്ചൊക്കെ വരട്ടെ. മീൻ കറി എന്തായെന്ന് നോക്കാം. ഞാൻ അടപ്പൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചട്ടി ചുറ്റിച്ച് കൊടുത്തായിരുന്നു ഞാൻ. ഒരുപാടിട്ട് ഇളക്കിയാലും അത് പൊടിഞ്ഞു പോവും. ഏകദേശം കറി റെഡിയായി വരുന്നുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് കുറുകി വരണം. ഉപ്പും പുളിയൊക്കെ എരിവുമൊക്കെ ആവശ്യത്തിനുണ്ട്. അതൊക്കെ ഇതുപോലെ ചെയ്യുന്നവർ അവരവരുടെ ആവശ്യത്തിന് മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഉപയോഗിക്കാം. എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് എരിവ് കൂടുതൽ ചേർത്ത് ഉപയോഗിക്കാം. ഞാനൊരു മീഡിയം എരിവിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് നമുക്കൊരു പൊടിക്കൈ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്കുറിച്ചി കറി ഇവിടെ റെഡിയായി കഴിയും. കറി ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഏകദേശം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ പൊടിക്കൈയായ ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ അതുകൂടെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊരു സെർവിങ് പാത്രത്തിലൊക്കെ എടുത്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ പാക്കുറിച്ചി കൊണ്ടുള്ള അടിപൊളി മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. മുളകും മല്ലിയൊക്കെ ചൂടാക്കി തേങ്ങ അരച്ച് വെച്ച അടിപൊളി പാക്കുറിച്ചി കറിയാണിത്. സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ഈ കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. എങ്ങനെയുണ്ട് ഈ പാക്കുറിച്ചി കറി? കപ്പ പുഴുങ്ങിയതുണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.